റീസെൻ്റ്ലി എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഓവർ ഡിപ്പെൻഡൻസി ഓൺ സർട്ടൈൻ സ്റ്റേറ്റ്സ് ഫോർ റിക്രൂട്ട്മെൻറ്റ് എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ബംഗാളീസ്, നമ്മൾ ബംഗാളീസ് എന്ന് വിളിക്കുന്നത്. ഒരു ബംഗാളി ആവണമെന്നില്ല, ബംഗാളികൾ കാണും. പിന്നെ അതുപോലത്തെ അതിൻ്റെ നെയ്ബറിങ് ആയിട്ടുള്ള പല സ്റ്റേറ്റ്സിൽ നിന്നുള്ളവരുണ്ട്. അടുത്ത ഇലക്ഷനൊക്കെ വന്നപ്പോഴത്തേക്കും കണ്ടമാനം ആളുകൾ അതിനൊക്കെ പോയപ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അടച്ചിടേണ്ട അവസ്ഥയിലോട്ട് വന്നു. നമ്മുടെ നാട്ടിൽ കണ്ടമാനം ജോലി സാധ്യതകളുണ്ട് ഇതിൽ. അതും സാലറിയൊക്കെ വളരെ നല്ല സാലറിയാണ്. ഇപ്പോൾ അറൗണ്ട് മെയിൻ ഷെഫ് അല്ലെ, ഷെഫ് എന്നല്ല വിളിക്കേണ്ട, കുക്ക്, അവർക്കൊക്കെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 40,000-45,000 ഉണ്ട്. ഒരു ആവറേജ് ഷെഫിന് ഒരു 60,000-70,000 ഒക്കെ കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്ന ഈ മന്തി അങ്ങനെയൊക്കെ ഉള്ള പറയുന്ന സംഭവങ്ങളുടെയാണ്. ഈ അതിലും ചെറിയ വേതനത്തിനൊക്കെ വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട്. മലയാളികളുടെ അപ്പം മലയാളികളുടെ വർക്ക് ചോയ്സുകളിലാണ് ആ ഒരു പ്രശ്നം വരുന്നത്. പക്ഷെ ഇപ്പം വേറെ കൺട്രീസിലൊക്കെ പോയി അവർ ഇങ്ങനത്തെ ജോലികൾ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ. ഇടയ്ക്ക് ഒരു 5 months വർക്ക് ചെയ്തിട്ട് ഒരു മാസം 2 മാസമൊക്കെ അവധിയൊക്കെ എടുക്കാം, എവിടെയെങ്കിലും ടൂർ പോവാം. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള പല സ്ഥലത്തു നിന്നുള്ള എംപ്ലോയീസൊക്കെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വർക്ക് ചെയ്യണം. അങ്ങനെ വന്നെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ ഓവർ ഡിപ്പെൻഡൻസി വരുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റ്സ് അടച്ചിടേണ്ട പോലും അവസ്ഥ വരികയാണ്.